ഒരു ഇത്തിരി കട്ടൻ കാപ്പിയും ഒരു പഴംപൊരിയും ഉണ്ടെങ്കിൽ 4 മണിക്കത്തെ സ്നാക്ക് അടിപൊളി. ഹലോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് ഇവിടെ സുഖം തന്നെ. ഇന്നത്തെ സ്പെഷ്യൽ പഴംപൊരിയാണ്. നല്ല ചൂട് പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. നമുക്കെന്നാൽ ഇത് വെച്ചൊന്ന് തയ്യാറാക്കിയാലോ? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, എങ്കിലും ഇത് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം മീഡിയം സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. മൈദാമാവ് 1 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് പഴംപൊരിക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. 1 കപ്പ് മൈദാമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദാമാവിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് പഴംപൊരിക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്ത് കൊടുത്ത് മാവ് ഇതുപോലെ ഇങ്ങനെ ലൂസാക്കി എടുക്കണം. മാവിലെ കട്ടയൊക്കെ ഉടഞ്ഞ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് പഴം മാവിൽ ഇങ്ങനെ മുക്കി വെക്കാം. അപ്പോഴത്തേക്ക് ഈ മാവ് പഴത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും. എണ്ണ ആവശ്യത്തിന് ചൂടായോ എന്നറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇടാം. ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് മാവ് അടിയിൽ ചെന്നിട്ട് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ആവശ്യത്തിന് പാകമായെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പഴം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. കണ്ട പഴം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് പഴംപൊരി ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നേ. ഉണ്ട്, അടിപൊളിയായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്.